ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റും അതേപോലെ ബീട്രൂട്ടും വെച്ചിട്ടാണ്. അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഞാൻ നന്നായിട്ട് അങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, അതേപോലെ ഒരല്ലി വേപ്പില. ഗ്യാസ് കത്തിച്ചിട്ട് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചങ്ങ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കടുകാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടി എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടുന്ന ഒരു മുട്ടയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുക് എന്തായാലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടുന്ന സമയം കൊണ്ട് നമുക്ക് പൊടിയുടെ കാര്യം പറയാം. ഇതിലധികം പൊടിയൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ആകെ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും മതി. നമ്മുടെ ചേരുവകൾ വളരെ ചെറുതാണ്. 2 അല്ലി കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ 2 അല്ലി വെളുത്തുള്ളി ഇട്ട്, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക്, പിന്നെ അതിന് പിന്നാലെ 1 അല്ലി വേപ്പില. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സവാള ഇട്ടു. ഓക്കെ, ഈ സവാള പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർക്കുവാണ്. ജസ്റ്റ് ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും ഒന്ന് വാടണം. അപ്പോൾ സവാള ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും, സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഉപ്പിടാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഉപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, പിന്നീട് ഞാൻ ഉപ്പ് ചേർക്കില്ല. അപ്പോൾ കറിക്ക് വേണ്ട കറക്റ്റ് അളവിനുള്ള ഉപ്പ് തന്നെ നമ്മളിപ്പോൾ തന്നെ അങ്ങ് ചേർത്ത് വെച്ചിരിക്കും. ഇത് സവാള നന്നായിട്ട് വഴറ്റുക. അധികം സമയം എടുക്കില്ല, ഉപ്പിടുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടിക്കോളും. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ സവാള വഴറ്റി ചെറിയൊരു ഭയങ്കര ബ്രൗൺ കളറല്ല, ചെറിയൊരു യെല്ലോയിഷ് കളർ ആകുമ്പോഴത്തേക്കും ഞാൻ മഞ്ഞപ്പൊടി ഇടും. ഓക്കെ, മഞ്ഞപ്പൊടി ഇടുക. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. മുളക് പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഓൾറെഡി മുളക് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം ഞാൻ കുരുമുളക് പൊടിയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു, നന്നായിട്ട് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം കുരുമുളക് പൊടി ഇട്ടു. ഞാൻ 1 ടീസ്പൂണാണ് ഇട്ടത്, കാരണം ഞാൻ 1 ബീട്രൂട്ടും 1 ക്യാരറ്റുമാണ് എടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള എരിവ് മാത്രം എനിക്ക് മതി. അപ്പോൾ മുട്ട ചേർക്കുന്ന കാരണം കുറച്ച് മുന്നേ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. മുട്ട ചേർക്കുന്നതേ ഉള്ളൂ, പക്ഷേ മുട്ട ചേർത്തിട്ടുണ്ടെന്ന് ഒട്ടും അറിയത്തില്ല. ഇതൊന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഞാൻ ഒരുമിച്ചാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതങ്ങോട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേവാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ നന്നായിട്ട് അങ്ങ് എന്താ പറയുക, ചിരണ്ടി വെച്ചിരിക്കുന്ന കാരണം ഭയങ്കര ഇതായിട്ട് വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ അത് വേവും. അത് കാരണം ഞാൻ അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അതിനകത്തു നിന്നുള്ള വെള്ളം തന്നെ ഊറിയിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ഏകദേശം വെന്തുവെന്ന് തോന്നിയപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ടു. ഈ മുട്ട ഇതായിട്ട് കിടക്കത്തില്ല, നമ്മളത് മിക്സ് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊരു 2 മിനിറ്റ് മതി. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി റെഡിയാണ്. ഇതെല്ലാവർക്കും ചോറിൻ്റെ കൂടെ എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. സൂപ്പർ കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്യൂ.